ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൃഷ്ണ സ്റ്റോറി ടൈം. ശ്രീകൃഷ്ണ ഭഗവാനിൽ അനുഗ്രഹീതരായ എല്ലാവർക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ്, പുനലൂർ. ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കാലയവന വധം. കേശവൻ മധുരയിൽ മടങ്ങിയെത്തി. നിശബ്ദത ഭരണം നടത്തുന്ന മധുരാ നഗരം. തെരുവിലൂടെ ഏകനായി വാസുദേവൻ സഞ്ചരിച്ചു. പിതാക്കളും ഭൃത്യരുമില്ലാത്ത ഭവനം ഇരുളിൻ്റെ വന്യമായ ഏകാന്തതയിൽ മുങ്ങി നിൽക്കുന്നത് കണ്ട് കേശവൻ അല്പനേരം നിന്നു. പിന്നെ ഭവനത്തിൻ്റെ ഒരു കോണിലിരുന്ന് ധ്യാനനിമഗ്നനായി ഗോപികാരമണൻ ഗോലോകത്തിലേക്ക് പോയി. വസുദേവൻ അലൗകികമായ ഒരു പ്രകാശത്തിൽ കുളിച്ചു നിന്നു. മഞ്ഞുതുള്ളികളോടൊപ്പം നിമിഷങ്ങളും കൊഴിഞ്ഞു വീണു. പ്രഭാതം വിടർന്നു. അരുണാഭ കുറഞ്ഞ് കാർമേഘം നിറഞ്ഞ പ്രഭാതം ഏതോ കറുത്ത നിമിഷത്തെ വരവേൽക്കുവാൻ ഒരുങ്ങും പോലെയായിരുന്നു. ശൂന്യമായ തെരുവുകൾ ആളൊഴിഞ്ഞ ഉത്സവസ്ഥലം പോലെ വിരസമായി കിടക്കുന്നു. ആപണങ്ങളിൽ വിരലിലെണ്ണാവുന്ന ജനം മാത്രം. യാഥാർത്ഥ്യമറിയാത്തവരും യാദവരല്ലാത്തവരുമായ പലരും ചോദിച്ചു, മധുരയ്ക്ക് എന്ത് സംഭവിച്ചു? എല്ലാവരും എവിടെ പോയി ഒളിച്ചു? വിജനമായ തെരുവുകൾ, ഭീതി പരത്തുന്ന ശൂന്യത. എന്താണിത്? പലരുടെ മനസ്സിൽ ഉയർന്ന ശബ്ദങ്ങൾ ഒറ്റയായി ഊക്കായി പ്രവഹിച്ചു. പക്ഷെ ആരും അതിനുത്തരമോദിയില്ല. അവിടവിടെ നിരന്ന ജനങ്ങൾ കൊട്ടാരത്തിലേക്ക് നടന്നു. കൊട്ടാരം തുറന്നു കിടക്കുകയാണ്. എന്നാൽ അവിടെ രാജാവില്ല, രാജഭൃത്യന്മാരില്ല, കാവൽ പടയാളികളുമില്ല. ഓരോരുത്തരും സ്വയം പറഞ്ഞു. അത്ഭുതമായിരിക്കുന്നു. അസുഖമായി കിടന്ന ഉഗ്രസേന മഹാരാജാവ് പോലും മധുരയുടെ കൊട്ടാരത്തിലില്ല. രാജാവ് എവിടെ? പ്രധാന അമാത്യനായ അക്രൂരൻ എവിടെ? ആചാര്യനായ ഗർഗൻ എവിടെ? ആരും മധുരയിലില്ലേ? എല്ലാവരും ഇന്നലെ രാത്രി മധുര ഉപേക്ഷിച്ചെന്നോ? എന്താണതിനു കാരണം? കാരണമറിയാതെ കാര്യമോരാതെ അവശേഷിച്ചവർ ഭാവനയ്ക്കൊത്ത സംഭവങ്ങൾ സൃഷ്ടിച്ചു. മധുരയുടെ നിർജീവമായ അവസ്ഥ കണ്ട് സത്രാജിത്ത് ഞെട്ടി. കംസാരിയുടെ ജനസ്വാധീനം എന്തെന്ന് യാദവപ്രഭു മനസ്സിലാക്കി. മധുരയിൽ ആഹ്ലാദമില്ല. തെരുവിൽ വിഷാദം നിറഞ്ഞു നിൽക്കുന്നു. കണ്ണനില്ലാത്ത മധുരയാണിത്. സത്രാജിത്തും സുഹൃത്തുക്കളും തെരുവിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് കിഴക്കുനിന്നും ഒരാരവം ഉയർന്നു വന്നത്. ആദ്യം അത് ചെറു ശബ്ദമായിരുന്നെങ്കിലും ക്രമേണ ശബ്ദത്തിന് വണ്ണം വെച്ചു വന്നു. തെരുവിൽ നിന്നവർ ആരവത്തിന് ചെവി കൊടുത്തു. എന്താണത്? എവിടെങ്കിലും അഗ്നി പിടിപെട്ട് വളർന്നുവോ? കാളിന്തി കരകവിഞ്ഞൊഴുകിയോ? പർവ്വതം നീങ്ങി വന്നുവോ? എന്താണ് ആരവത്തിന് കാരണം? ഈ ചിന്തകളോടെ കൊട്ടാരമുറ്റത്തു നിന്നും മധുരയിലുള്ള ജനം ആരവം കേട്ടിടത്തേക്ക് നീങ്ങി. കിഴക്കുനിന്ന് വന്നവർ കോട്ടവാതിലുകൾ കടന്ന് ആക്രോശത്തോടെ തെരുവിലേക്ക് ഓടിക്കയറി. ഭയപരവശരായ ജനങ്ങൾ വൃന്ദാവനത്തിൽ നിന്നും ഓടി വന്നവരായിരുന്നു അവർ. കിതച്ചുകൊണ്ട് അവർ കൊട്ടാരമുറ്റത്തേക്ക് ഓടി. ശബ്ദകോലാഹലം കേട്ട് അത്ഭുതത്തോടെ തെരുവിൽ നിന്ന ജനങ്ങളും അവരെ പിൻപറ്റി. രാജാവ് ഉണ്ടെന്ന ധാരണയോടെ ഓടിയെത്തിയ ജനം കൊട്ടാരമുറ്റത്ത് തടിച്ചുകൂടി. കിതപ്പിനിടയിൽ രാജഭക്തരായ അവർ പൊന്നു തമ്പുരാന് വേദന വരാതെ ശബ്ദം കുറച്ച് വിളിച്ചു പറഞ്ഞു, മഹാപ്രഭോ, ചതിച്ചു,
സിന്ധുവിൻ്റെ തടത്തിൽ രാജ്യം ഭരിക്കുന്ന കാലയവനൻ കാളിന്തിയുടെ കരയിൽ താവളമടിച്ചിരിക്കുന്നു. പെരുവെള്ളം പോലുള്ള പടയുമായിട്ടാണ് അവൻ എത്തിയിരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ മധുര ഇപ്പോൾ കത്തി നശിക്കും. ഉഷ്ടകം ശ്മശാനമായി കഴിഞ്ഞു. അവർ മധുരയ്ക്കാണ് കുടികയറിയിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരുടെ സംഖ്യ മരിച്ചവരെക്കാൾ തുച്ഛം. കൊട്ടാരത്തിൽ തട്ടി വാക്കുകൾ ബഹിർഗമിച്ചു. ചുറ്റും നിന്ന ജനങ്ങൾ ചെവികളിൽ അത് ഏറ്റുവാങ്ങി. മനസ്സിന് നൽകി അവർ ഭയന്നു. കാലയവനെക്കുറിച്ച് അവർ കേട്ടിരിക്കുന്നു. സിന്ധുതടത്തിലെ ശക്തിദുർഗമാണ് കാലയവനൻ. അവനെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. വെട്ടിക്കൊല്ലുന്ന ശത്രുക്കളുടെ നയനങ്ങൾ ചൂഴ്ന്നെടുത്ത് ഒരു വട്ടകയിൽ ശേഖരിച്ച് രസിക്കുന്ന പ്രകൃതക്കാരൻ. പ്രാണനു വേണ്ടി കേഴുന്നവരുടെ തലമുടി ചെത്തിയെടുത്ത് പൊട്ടിച്ചിരിച്ച് ആനന്ദിക്കുന്ന സ്വഭാവമുള്ളവൻ. മനുഷ്യമാംസം പീയൂഷം പോലെ ഭക്ഷിക്കുന്നവൻ. അവൻ മധുര ആക്രമിക്കുവാൻ കാളിന്തിയുടെ കരയിൽ താവളമടിച്ചിരിക്കുന്നുവെന്നോ? ശരിയായിരിക്കാം. ഇന്നലെ അർദ്ധരാത്രിയിൽ കിഴക്കേ ചക്രവാളത്തിൽ വളർന്നുയർന്ന തീക്ഷ്ണ തീജ്വാലകൾ കാലയവനൻ്റെ വരവിനെ സൂചിപ്പിക്കുന്നു. അടുത്തടുത്ത ഗ്രാമങ്ങൾ അഗ്നി ഭക്ഷിച്ചതിൻ്റെ അടയാളമായിരിക്കാം അത്. കാലയവനൻ കടന്നു കയറിയാൽ മധുര ശൂന്യം. മണിസൗധങ്ങൾ മണൽ കൂനകളാകും. മന്ത്രസൗധങ്ങൾ മണ്ണോട് ചേരും. തെരുവുകളിൽ തളം കെട്ടിയ രക്തവൃത്തങ്ങളിൽ കബന്ധങ്ങൾ നൃത്തം വയ്ക്കും. കാളിന്തി ചുവക്കും. കാലയവനൻ മധുര മരുഭൂമിയാക്കിയതിനു ശേഷമേ മടങ്ങുകയുള്ളൂ. വൃന്ദാവനവാസികളുടെ മുഖങ്ങളിൽ കാലയവനൻ്റെ വരവിനെക്കുറിച്ചുള്ള ഭീതിയുണ്ടായിരുന്നു. അത് കണ്ട് ഭയന്ന് പരവശരായ ജനങ്ങൾ ഭവനങ്ങളിലേക്ക് ഓടി. അവരുടെ ശിരസിനു മുകളിൽ കാലയവനൻ്റെ ഗഡ്ഗം തൂങ്ങുന്നു. ഓരോരുത്തരും മരണം മുന്നിൽ കണ്ടു. സത്രാജിത്തിനെ വിശ്വസിച്ചിരുന്നവർ പറഞ്ഞു, നാം കാണിച്ചത് അബദ്ധമായി. യുദ്ധം ഉണ്ടാവും. ഇല്ലെങ്കിലും കാലയവനൻ കടന്നുവരും. സ്ത്രീകളെ അവൻ പിടിച്ചുകൊണ്ടു പോകും. പുരുഷന്മാരെ വെട്ടിക്കൊല്ലും. കണ്ണുകൾ ചൂഴ്ന്നെടുക്കും. കാലയവനൻ എന്ന കാലൻ്റെ കാര്യമോർത്ത് മധുര പിടഞ്ഞു. ധ്യാനത്തിൽ നിന്നുണർന്ന കേശവൻ തെരുവിലിറങ്ങി. ജനങ്ങൾ കേശവന് ചുറ്റും കൂടി. മാധവ, ഞങ്ങളെ രക്ഷിക്കൂ. രക്ഷക, കാലയവനൻ എത്തിയിരിക്കുന്നു. അവൻ മധുര ചുട്ട് ചാമ്പലാക്കും മുമ്പേ ഈ നഗരത്തിൽ പീയൂഷമാകൂ. കേശവ, നീയും കൂടെ വിട്ടുപോയാൽ യവനൻ ഞങ്ങളുടെ നയനങ്ങൾ ചൂഴ്ന്നെടുക്കും. ഞങ്ങൾ നിന്നോടൊപ്പം വരികയാണ്, കേശവൻ പറഞ്ഞു. പ്രിയ ജനങ്ങളെ, കാലയവനൻ നിങ്ങളെ ആക്രമിക്കുകയില്ല. പ്രപഞ്ചശക്തിയെ ധ്യാനിച്ച് അവരവരുടെ ഭവനത്തിൽ വസിക്കുക. ആരും എന്നോടൊപ്പം യാത്ര ചെയ്യുക വേണ്ട. മാധവൻ്റെ വാക്കുകൾ അവർക്ക് ആശ്വാസമായി. മാധവൻ രക്ഷിക്കും. സത്രാജിത്തിൻ്റെ വാക്കുകൾ കേട്ടത് അബദ്ധമായി പോയി. എങ്കിലും കേശവന് വിരോധമില്ല. അത് സത്യമറിഞ്ഞവരുടെ സംസ്കാരമാണ്. മാധവൻ മനസ്സിൽ ഉന്നതനാണല്ലോ. മധുരയിൽ നിന്നും ഇറങ്ങിയ മാധവൻ കാളിന്തി തടത്തിലേക്ക് നടന്നു. നിരായുധനായിട്ടാണ് മാധവൻ യമുനയുടെ കരയിലെത്തിയത്. കാലയവനൻ്റെ പട വിശാലമായ മണൽപ്പുറത്ത് കൂടാരമടിച്ചിരിക്കുന്നത് കേശവൻ കണ്ടു. വെളുത്ത മണൽപ്പുറത്ത് അനേകം കുതിരകൾ അലഞ്ഞു നടക്കുന്നു. കേശവൻ മനസ്സിൽ ദാരുകനെ ധ്യാനിച്ചു. നിമിഷം കൊണ്ട് ദാരുകൻ എത്തി തൊഴുതു നിന്നു. ദാരുക, ഒരു കുതിരയെ തരൂ. കാലയവനൻ്റെ മുമ്പിൽ നിന്നും ശ്യാമള പർവ്വതം വരെ പോകണമല്ലോ. ദാരുകൻ പുഞ്ചിരിച്ചു. ചെമ്പഴുക്ക നിറമുള്ള ഒരു കുതിര നിമിഷത്തിനുള്ളിൽ ആവിർഭവിച്ചു. ഭഗവാന്റെ മുമ്പിൽ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ അശ്വം നിന്നു. ദാരുകൻ മറഞ്ഞു. കേശവൻ അശ്വത്തിൻ്റെ പുറത്തു കയറി കുതിരയെ മന്ദം നടത്തി. ഉദയസൂര്യനെ പോലെ കേശവൻ തിളങ്ങി. മണൽപ്പുറത്ത് നീലകലർന്ന പ്രകാശം പരന്നു. കാലയവനൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കമ്പളം വിരിച്ചിരിക്കുകയായിരുന്നു. മരത്തിന് ചുറ്റും സൈനികരുണ്ട്. അവർ ജാഗരൂകരാണ്. വാളുകളും കുന്തങ്ങളും
ശതഘ്നികളുമായി അവർ രാജാവിന് വൃത്തമിട്ട് നിൽക്കുന്നു. കേശവൻ അല്പദൂരെ നിന്ന് എല്ലാം നോക്കി കണ്ടു. കറുത്തവരും കുറിയവരുമായ കൂറ്റൻ സൈനികർ. അവർ ധൃതിപ്പെട്ട് നടക്കുകയും എന്തോ കർമ്മത്തിൽ ജാഗരൂകരാവുകയും ചെയ്യുന്നു. ശക്തിയുള്ള കുതിരകളാണ് യവന രാജാവിൻ്റേത്. കഴുതകളും ഒട്ടകങ്ങളും സാധനങ്ങൾ ചുമ്മി വരുന്നു. സൈന്യങ്ങൾ പൂർണ്ണമായും എത്തിച്ചേർന്നിട്ടില്ല. വിശാലമായ കാളിന്തി തടം ഇപ്പോൾ തന്നെ നിറഞ്ഞിരിക്കുന്നു. കേശവൻ അവരുടെ പടകുടീരത്തിനടുത്ത് കുതിരപ്പുറത്ത് നിന്നിറങ്ങി കുതിരയെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി. അതുവഴി വന്ന ഒരു സൈനികനോട് കേശവൻ പറഞ്ഞു, "ഒന്ന് നിൽക്കൂ, ഒരു കാര്യം ചോദിച്ചോട്ടെ?" ഭടൻ നിന്നു. എന്താണ് ചോദിക്കാനുള്ളതെന്ന ഭാവത്തിൽ മുഖമുയർത്തി കേശവൻ പറഞ്ഞു, "ഞാൻ മധുരയിൽ നിന്ന് വരുന്നു. ഒരു ദൂതനാണ്. എനിക്ക് നിങ്ങളുടെ രാജാവിനെ ഒന്ന് കാണുവാൻ പറ്റുമോ?" ഭടൻ കേശവനെ അടിമുടി വീക്ഷിച്ചു. ഉള്ളിൽ പ്രീതി തോന്നിയ ഭടൻ പറഞ്ഞു, "നീ എന്തിനാണ് രാജാവിനെ കാണുന്നത്? ചാരവൃത്തിക്കാണോ?" കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അല്ല, എനിക്ക് എൻ്റെ തന്നെ ഒരു കാര്യം രാജാവിനെ അറിയിക്കുവാനാണ്." "അതു ശരി, ഇവിടെ നിൽക്കൂ, ഞാൻ രാജാവിൻ്റെ സമയം അറിഞ്ഞു വരാം." ഇങ്ങനെ പറഞ്ഞ് ഭടൻ മരച്ചുവട്ടിലേക്ക് നടന്നു. മാധവൻ പടകുടീരങ്ങളെ നോക്കി നിന്നു. പല സൈനികരും കേശവന്റെ സമീപത്തുകൂടെ കടന്നുപോയി. അവരെല്ലാം ചെമ്പഴുക്ക നിറമുള്ള കുതിരയെയാണ് നോക്കിയത്. അല്പം കഴിഞ്ഞ് ഭടൻ തിരിച്ചു വന്നു. "വരൂ, രാജാവ് സന്തോഷത്തോടെ നിന്നെ കാണുവാൻ കാത്തിരിക്കുന്നു." കുതിരയെ നിർത്തിയ ശേഷം മാധവൻ ഭടനോടൊത്ത് നടന്നു. അല്പനിമിഷത്തിനു ശേഷം മാധവൻ മരച്ചുവട്ടിനടുത്തെത്തി. ഞൊടിയിട കഴിഞ്ഞില്ല, ഒരു ചുഴലി വന്ന് കാളിന്തി തടത്തിലെ പൂഴിമണൽ അടിച്ചുയർത്തി. അവിടെ മണൽക്കാറ്റ് താണ്ഡവം നടത്തി. സൈനികർ കരം വീശി മുഖം താഴ്ത്തി നിന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പൊടിയടങ്ങി. കേശവൻ മരച്ചുവട്ടിലെത്തി. കമ്പളത്തിന് മധ്യത്തിൽ ഗൗരവത്തോടെ കറുത്തു തടിച്ച കാലയവനിൽ ഇരിക്കുന്നു. ഭീകരമായ രൂപമാണ് അവനുള്ളത്. വദനത്തിൻ്റെ ആകൃതി തന്നെ ഭീഷണത ജനിപ്പിക്കുന്നതാണ്. കണ്ണുകൾ തീരെ ചെറുതെങ്കിൽ ഏറെ വലുതാണ്. പുരികങ്ങൾ കണ്ണുകൾ തീരെ ചെറുതെങ്കിൽ ഏറെ വലുതാണ് പുരികങ്ങൾ. പതിഞ്ഞ നാസിക, തടിച്ച ചുണ്ടുകൾ, കനത്ത അധരങ്ങൾ, മാംസക്കറ പറ്റിയ ദന്തങ്ങൾ, വളഞ്ഞു പിരിഞ്ഞ നഖങ്ങൾ, രക്തച്ചോറ് അണിഞ്ഞ തലമുടിക്കെട്ട്, തടിച്ച കഴുത്ത്. ഉടലും ശിരസും വേർതിരിക്കുവാനാവുന്നില്ല. കേശവൻ ആ ദുർഭൂതത്തെ നോക്കി നിന്നു. കാലയവനു ചുറ്റും അല്പം അകലെയായി ചിലർ ഇരിക്കുന്നു. അവർ അവൻ്റെ മന്ത്രിമാരും ഉപദേശകരുമായിരുന്നു. അവർക്ക് പിന്നിൽ ആയുധധാരികളായ സൈനികർ കാവൽ നിൽക്കുന്നു. കാലയവനും ചുറ്റും നിൽക്കുന്നവരും മാധവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അത്ഭുതകരമായ പരിവേഷം പൂണ്ട കേശവൻ അവരിൽ നിന്നും വിസ്മയം ജനിപ്പിച്ചു. ഉഷസ്സിൻ്റെ ചാരുതയോടെ വരുന്ന മാധവൻ അവരിൽ ഹർഷോന്മാദം തന്നെ സൃഷ്ടിച്ചു. കേശവൻ അവരുടെ സമീപം വന്നു. വിനയത്തോടെ പറഞ്ഞു, "രാജാവേ, ഞാൻ വരുന്നത് മധുരയിൽ നിന്നാണ്. അങ്ങ് കാളിന്തി തടത്തിൽ എത്തിയ വിവരം അറിഞ്ഞ് അവിടുത്തെ രാജാവും പരിവാരങ്ങളും നാടൊഴിഞ്ഞു പോയിരിക്കുന്നു. നാഥനില്ലാത്ത മധുരയിൽ പ്രജകളും ഇല്ല. ഇന്നലെ രാത്രി തന്നെ അവരും യമുന കടന്ന് പടിഞ്ഞാറോട്ട് നടന്നു കഴിഞ്ഞു. മധുരയെ ഉപരോധിക്കാതെ തന്നെ അങ്ങേക്ക് കടന്നു വരാം. ഞാൻ അവിടെ ജീവിച്ചിരിക്കുന്നവരുടെ പ്രതിനിധിയായി വന്നതാണ്. ഇനി വേണ്ടതെന്തോ അതങ്ങ് പറയും പോലെ ആവാം." കാലയവനൻ മാധവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിച്ചു, "എന്താണ് നിന്റെ പേര്?" കേശവൻ പറഞ്ഞു, "എനിക്ക് സ്ഥിരം പേരില്ല. അമ്മയും അച്ഛനും കൃഷ്ണൻ എന്ന് വിളിക്കും. ചിലർ കേശവനെന്നും. പിന്നെ ഏതു പേരും എനിക്ക് ഇണങ്ങുകയും ചെയ്യും." കാലയവനൻ്റെ മനസ്സിൽ ഒരു വെള്ളിടി വീണു. ഒരു നിമിഷം അവൻ സ്തംഭിച്ചിരുന്നു. കൃഷ്ണൻ, കൃഷ്ണൻ, മധുരയിലെ കൃഷ്ണൻ. ഇവനു വേണ്ടിയല്ലേ ഇത്ര ദിവസങ്ങളോളം പട നയിച്ച് ഇവിടെ എത്തിയത്? ഇവനെയല്ലേ ജരാസന്ധൻ ഭയക്കുന്നത്? വമ്പിച്ച പട ഈ ഇത്തിരിയോളം പോന്ന ചെറുക്കനെ ബന്ധിക്കുവാനല്ലേ എത്തിയിരിക്കുന്നത്?
അത്ഭുതത്തോടെ കാലയവനൻ ചോദിച്ചു. കംസനെ വധിച്ച ഇടയ ബാലൻ നീ തന്നെയല്ലേ? മഹാരാജൻ, എനിക്ക് അങ്ങനെ ഒരു കൈപ്പിഴവ് പറ്റിപ്പോയി. കൃത്രിമ വിനയം നടിച്ച് കൃഷ്ണൻ പറഞ്ഞു. കാലയവനിൽ വീണ്ടും അത്ഭുതം കുമിഞ്ഞു. എന്തൊരു ധൈര്യമാണ് കേശവനിൽ നിറഞ്ഞു നിൽക്കുന്നത്! അതോ അറിവില്ലായ്മയോ? 18 പ്രാവശ്യം യുദ്ധം ചെയ്തിട്ടും ഈ ബാലനെ കൊല്ലുവാൻ ജരാസന്ധന് കഴിഞ്ഞില്ലല്ലോ. അതും അതിശയമായിരിക്കുന്നു. അവൻ്റെ മുഖത്ത് നോക്കിയാൽ ആർക്കും വാളുയർത്തുവാൻ കഴിയുകയില്ല. എന്നാലും അവൻ പൊതുശത്രുവാണ്. കൃഷ്ണ, നിന്റെ ധൈര്യത്തെ ഞാൻ മതിക്കുന്നു. സിംഹക്കൂട്ടിൽ ആട്ടിൻകുട്ടി കയറുന്നത് പോലെയാണ് നീ വന്നു കയറിയത്. നിന്റെ നിഷ്കളങ്കത എനിക്ക് നന്നേ പിടിച്ചു. ഞാൻ നിന്നെ കൊല്ലുമെന്ന് ജരാസന്ധന് വാക്കുകൊടുത്തിട്ടുണ്ട്. നിന്റെ കർമ്മം എനിക്ക് അത്ഭുതം ജനിപ്പിക്കുന്നതാണ്. കംസനെ കൊന്ന് നീ നേടിയ മധുര എനിക്ക് തരുവാൻ നീ എൻ്റെ സമീപം വന്നിരിക്കുന്നു. ആ ധൈര്യത്തെ ബഹുമാനിക്കാതിരിക്കുവാനും കഴിയുന്നില്ല. തീ എന്തെന്നറിയാത്ത പൈതൽ അഗ്നിയോട് മല്ലിടും പോലെയുണ്ട് നിന്റെ ഓരോ പ്രവൃത്തിയും. ഒരു നിമിഷം കഴിഞ്ഞ് കാലയവനൻ പറഞ്ഞു. നിന്റെ വാക്കുകളെല്ലാം വിശ്വസിക്കുവാൻ എനിക്ക് വിഷമം തോന്നുന്നു. ആദ്യം നീ കൃഷ്ണനാണോ എന്ന് എനിക്കറിയണം. അത് കഴിഞ്ഞ് മതി ബാക്കി കാര്യങ്ങൾ. രാജാവ് വീണ്ടും സൈനികരെ വരുത്തി പറഞ്ഞു. മധുര നഗരത്തിൽ ചെന്ന് 2 ആളുകളെ വിളിച്ചുകൊണ്ടുവരൂ. ഇവൻ കൃഷ്ണനാണോ എന്നറിയണമല്ലോ. ഇടയ ചെറുക്കൻ തന്ത്രശാലിയാണെന്ന് ജരാസന്ധൻ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. സൈനികർ കുതിരപ്പുറത്ത് കയറി അപ്പോൾ തന്നെ മധുരയ്ക്ക് യാത്രയായി. സമയം ഇഴഞ്ഞു നീങ്ങി. ആകാശത്ത് ദേവകൾ നിരന്നു. കേശവന്റെ കൗശലം എന്താണെന്നറിയാതെ അവർ അമ്പരന്നു. ഏറെ സമയം കഴിയും മുമ്പ് സൈനികർ 2 പേരെയും കൊണ്ട് എത്തി. രാജാവിനെ അവർ പ്രണമിച്ചു. കാലയവനൻ പറഞ്ഞു, നിങ്ങളെ വരുത്തിയത് ഈ നിൽക്കുന്ന ആൾ കംസനെ കൊന്ന മധുരയിലെ കൃഷ്ണനാണോ എന്നറിയുവാനാണ്. ആ ബാലനാണെങ്കിൽ സത്യസന്ധമായി പറയണം. നഗരവാസികൾ പറഞ്ഞു, ഈ നിൽക്കുന്നത് മധുരയെ രക്ഷിച്ച കൃഷ്ണൻ തന്നെ. എക്കാലവും ഞങ്ങളെ കാത്തു നിൽക്കുന്നതും ഇവൻ തന്നെ. കാലയവനന് വിദ്വേഷം ഇരട്ടിച്ചു. നീ എൻ്റെയും ശത്രുവായ കൃഷ്ണൻ തന്നെ. നിന്റെ കഴുത്തരിഞ്ഞ് കൊലവിളി നടത്തിയിട്ട് തന്നെ കാര്യം. ആരവിടെ? പിടിക്കവനെ. തന്ത്രശാലിയാണ് ഈ കൃഷ്ണൻ. കാലയവനൻ മുന്നോട്ടാഞ്ഞു. ചുറ്റും നിന്ന സൈനികർ ആക്രോശത്തോടെ അടുത്തു. കേശവൻ ഒന്ന് കുതിച്ചു. പിന്നെ ചുഴന്നു നിന്ന് സൈനികരോട് ഇടയിലൂടെ ഊളിയിട്ട് പാഞ്ഞു. കാലയവനൻ ഒന്ന് പകച്ചു. ഒരു നിമിഷത്തിനു ശേഷം രാജാവ് അലറി, പിടിക്കവനെ. അവനെ കൊല്ലാനാണ് നമ്മൾ വന്നത്. ഞൊടി കൊണ്ട് മാധവൻ കുതിരയുടെ അടുത്തെത്തി. ഒറ്റ കുതിപ്പിന് കേശവൻ അശ്വത്തിൻ്റെ പുറത്തിരുന്നു. കുതിരപ്പുറത്തിരുന്ന മാധവൻ യവനനെ നോക്കി ചിരിച്ചു. കുതിര ശക്തിയോടെ മുന്നോട്ട് പാഞ്ഞു. യവന രാജാവിനെ ഉരുമ്മി വീഴ്ത്തിക്കൊണ്ട് കുതിര കുതിച്ചു. പൊടിയിലമർന്ന കാലയവനൻ ആക്രോശിച്ചു, എവിടെ അശ്വം? ഒരു ഭടൻ കൊണ്ടുവന്ന കുതിരയിൽ കാലയവനനും കുതിച്ചു വീണു. കേശവന്റെ പുറകെ രാജാവിൻ്റെ അശ്വവും പാഞ്ഞുപോയി. അല്പം കഴിഞ്ഞപ്പോൾ കാലയവനന് കേശവനെ കാണുവാൻ കഴിഞ്ഞു. അകലെ ഒരു ശരം പോലെ കേശവൻ കുതിരപ്പുറത്ത് പാഞ്ഞു പോകുന്നു. വാശി കയറിയ യവനൻ കേശവന്റെ പിന്നാലെ കുതിച്ചു. കൃഷ്ണൻ തിരിഞ്ഞു നോക്കി. യവനൻ വരുന്നുണ്ടെന്നറിഞ്ഞ് സന്തോഷിച്ചു. കുതിരയെ വിട്ടു. കുതിര അടുത്തുള്ള ഒരു പർവ്വതത്തിൻ്റെ തടപ്രദേശത്തേക്ക് കടന്നു. തൊട്ടു പിന്നാലെ യവനനും എത്തിക്കൊണ്ടിരുന്നു. കേശവൻ കാലയവനനെ ബുദ്ധിപൂർവം നയിച്ച് ശ്യാമളപർവ്വതത്തിൽ എത്തിച്ചു. കാലയവനൻ്റെ കുതിര ക്ഷീണിച്ചു തുടങ്ങി. വായിൽ നിന്ന് നുരയും പതയും വീണു. പർവ്വതത്തിൻ്റെ തടപ്രദേശത്തെത്തിയ കേശവൻ കുതിരപ്പുറത്തു നിന്നും ഇറങ്ങി പിന്നാലെ വരുന്ന കാലയവനനെ നോക്കി. കേശവൻ ഇറങ്ങുന്നത് കണ്ട് ആനന്ദത്തോടെ കാലയവനൻ കുതിരയെ പായിച്ചു. ഭയവിഹ്വലത നടിച്ച കേശവൻ പർവ്വതത്തിലേക്ക് ഓടിക്കയറി. കുതിരപ്പുറത്തു നിന്ന് ചാടി വീണ് വാളും ചുഴറ്റി കാലയവനൻ പിന്നാലെ പാഞ്ഞു.
ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം കാലയവനവധം എന്ന ഈ ഭാഗത്തിൻ്റെ അടുത്ത ഭാഗവുമായി എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.